നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. തയ്യൂരിൽ ബൈക്കിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റു. തയ്യൂർ നമ്പ്യത്ത് വീട്ടിൽ രാകേഷിനാണ് പരിക്കേറ്റത്. രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ കുട്ടംകുളം സെന്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് നവദേവാലയത്തിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ചു. തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചരിച്ച് ആശീർവദിച്ച കുരിശ് ആഘോഷമായ ദിവ്യബലിക്കു ശേഷം അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ പ്രതിഷ്ഠിച്ചു. ഇടവക വികാരി ഫാദർ സോബിൻ പായിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ സേവി പുത്തിരി, കൈക്കാരന്മാരായ ലോറൻസ് കിടങ്ങൻ, വർഗീസ് ചീരമ്പൻ, ജോസഫ് കിടങ്ങൻ എന്നിവർ നേതൃത്വം നൽകി. പുസ്തക പ്രകാശനത്തിന് വേദിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പടപ്പ് യൂണിറ്റ് സംഘടിപ്പിച്ച ഷോപ്പിംഗ് ഫെസ്റ്റ്. പ്രദേശത്തെ എഴുത്തുകാരി ഷമീന ബി മൊയ്തുണ്ണിയുടെ ഹൃദയമന്ത്രങ്ങൾ എന്ന കവിതാ സമാഹാരമാണ് ഷോപ്പിംഗ് ഫെസ്റ്റിനോടനുബന്ധിച്ചു നടത്തിയ ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. എഴുത്തുകാരൻ റഫീഖ് പട്ടേരി, എഴുത്തുകാരി ഷീബ ദിനേഷിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി VR മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റംഷാദ് സൈബർ മീഡിയ അധ്യക്ഷത വഹിച്ചു. കവയത്രി ദേവൂട്ടി ഗുരുവായൂർ പുസ്തക പരിചയം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സലാഹുദ്ദീൻ, വനിതാ വിംഗ് പ്രസിഡന്റ് സുജാത മൊണാലിസ, യൂത്ത് വിംഗ് പ്രസിഡന്റ് MS സക്കീർ എന്നിവർ മുഖ്യാതിഥികളായി. പൊന്നിയൂർകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ താഹിർ, സംരംഭകൻ റസാഖ് PB, ഷെഫീഖ് MA, ജയചന്ദ്രൻ വന്നേരി എന്നിവർ സംസാരിച്ചു. പുസ്തകം വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് എഴുത്തുകാരി മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു. മെഹ്റൂഫ് ബില്ലിനയർ സ്വാഗതവും നൌഷാദ് മാവിൻചുവട് നന്ദിയും പറഞ്ഞു. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. പെങ്ങാമുക്ക് കോഞ്ഞാങ്ങത്ത് രാജന്റെ മകൻ രവിജിത്താണ് മരിച്ചത്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4:30 പഴഞ്ഞി ഐനൂർ വാതക ശ്മശാനത്തിൽ നടക്കും. അവിവാഹിതനാണ്. ഓമന മാതാവും രജൂഷ സഹോദരിയുമാണ്. കഴിഞ്ഞ ദിവസം പറപ്പൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഗ്രാമവീഥികളിൽ മണിയടിച്ച് പഞ്ഞിമിഠായി വിറ്റ് കുടുംബം പുലർത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി രാജേന്ദ്രൻ തന്റെ ഉന്തുവണ്ടിയുമായി 3 പതിറ്റാണ്ടായി മധുരമുള്ള ജീവിതയാത്ര തുടരുകയാണ്. വിഷു, ഓണം, റംസാൻ, ക്രിസ്മസ് തുടങ്ങി എല്ലാ ആഘോഷങ്ങളിലും പഞ്ഞിമിഠായിയുമായി ഗ്രാമങ്ങളിലെ വീടുകളിൽ അതിഥിയായി രാജേന്ദ്രൻ എത്തുന്നുണ്ട്. 1996-ൽ 27-ാം വയസ്സിലാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്ന് മിഠായി കച്ചവടവുമായി ഇദ്ദേഹം കേരളത്തിലെത്തിയത്. 24 വർഷമായി ചങ്ങരംകുളം കാഞ്ഞൂരിലാണ് രാജേന്ദ്രൻ കുടുംബമായി താമസിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് ഭരണിയിൽ മിഠായിയുമായി നടന്നായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. പെരുമ്പിലാവ്, ചാലിശ്ശേരി, കടവല്ലൂർ, കുന്നംകുളം, വെളിയങ്കോട്, കാട്ടകാമ്പാൽ മേഖലകളിലെല്ലാം 2 ആഴ്ച കൂടുമ്പോൾ പഞ്ഞിമിഠായിയുമായി എത്തും. 7 വർഷം മുമ്പാണ് 4 ചക്രമുള്ള ഉന്തുവണ്ടിയിൽ മധുര വിൽപ്പന തുടങ്ങിയത്. ദിവസവും 30 കിലോമീറ്ററോളം യാത്ര ചെയ്ത് 5 കിലോയിലധികം മിഠായി വിൽപ്പന നടത്തും. ഗ്രാമങ്ങളിലെ ഇടവഴികളെല്ലാം സ്വന്തം നാടിനേക്കാൾ സുപരിചിതമാണ് ഇദ്ദേഹത്തിന്. പ്രായം 70-നോടടുക്കുമ്പോഴും മധുരവുമായി എത്തുന്ന മിഠായി മാമന്റെ മണിയടി ശബ്ദം ദൂരെ കേട്ടാൽ കുട്ടികൾ ഓടിയെത്തും. 10 രൂപ നിരക്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് വിൽപ്പന നടത്തുന്ന മിഠായി വിറ്റുകിട്ടുന്ന വരുമാനമാണ് ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിതമാർഗം. വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും സന്തോഷവും സംതൃപ്തിയുമാണ് തനിക്കും കുടുംബത്തിനുമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. 30 വർഷത്തിനുള്ളിൽ പല മാറ്റങ്ങളും സമൂഹത്തിലും ജീവിതത്തിലും വന്നെങ്കിലും പഴയ രുചിയും മണവും തന്നെയാണ് മാമന്റെ പഞ്ഞിമിഠായിക്ക്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരും ഏറെയാണ്. ദലിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കറിന്റെ 134-ാം ജന്മദിനം ആചരിച്ചു. കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോം ഹാളിൽ നടന്ന യോഗം സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ചൊവ്വലൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. പപ്പൻ വെന്മേനാട്, KB ദിനേശൻ, KK മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ അംഗങ്ങൾക്കും വിഷു കൈനീട്ടവും നൽകി. വിഷുദിനത്തിൽ കൃഷ്ണനെ വർണ്ണിച്ചുകൊണ്ടുള്ള നീയൻ കണ്ണ എന്ന സംഗീതാൽബം പുറത്തിറങ്ങി. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ പ്രകാശനം നിർവഹിച്ചു. ഉണ്ണി ചെറുതിരുത്തിയുടെ വരികൾക്ക് അശോകൻ കല്ലുംപുറമാണ് ഈണം നൽകിയിരിക്കുന്നത്. ശ്രീനന്ദ വേണുഗോപാലാണ് ആലാപനം. പ്രകാശന ചടങ്ങിൽ സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗാനരചയിതാവ് ജയൻ പതാക്കര എന്നിവർ പങ്കെടുത്തു. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 4-ാം വിളക്കു ദിവസം വിശേഷാൽ പൂജകൾ നടന്നു. 4-ാം വിളക്ക് ദിവസമായ വിഷുദിനത്തിൽ രാവിലെ 7:30 ശിവേലിയും 10 മണിക്ക് ഉത്സവ ബലിയും നടന്നു.
വൈകിട്ട് അഷ്ടപതി, നാഗസ്വരം, കേളി, കുഴൽപ്പറ്റ്, കളമെഴുത്തുപാട്ട് എന്നിവ നടന്നു. രാത്രി 9-ന് വിളക്കെഴുന്നള്ളിപ്പിനെ തുടർന്ന് തായമ്പക അരങ്ങേറി. നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ വിഷുസദ്യയുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിലും സദ്യയിലും പങ്കെടുത്തു. ഏപ്രിൽ 4 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായാണ് ക്ഷേത്രോത്സവത്തിൽ ചടങ്ങുകൾ നടക്കുന്നത്. കടങ്ങോട് സോക്കർ ലീഗ് 4ാമത് സീസണിൽ പന്നിത്തടം ടീം വെല്ലിക്ക ജേതാക്കളായി. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച 10 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെള്ളർക്കാട് ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ മേള നടത്തിയത്. CBC ചിറ്റിലങ്ങാടുമായി നടന്ന ഫൈനൽ മത്സരത്തിൽ മുഴുവൻ സമയം ഗോൾരഹിത സമനിലയും തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടും സമനില പാലിച്ചതോടെ ടോസിലൂടെയാണ് ടീം വെല്ലിക്ക ജേതാക്കളായത്. സമ്മാനദാന ചടങ്ങ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. കാൽപന്ത് കളിയാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുനിൽകുമാർ നിർവഹിച്ചു. ജേതാക്കൾക്ക് 20,000 രൂപയും റണ്ണേഴ്സിന് 10,000 രൂപയും ട്രോഫിയും നൽകി. ലീഗിലെ മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പ്രതിപക്ഷ നേതാവ് സൈബുനിസ ഷറഫു, വാർഡ് മെമ്പർ ജോളി തോമസ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. സോക്കർ ലീഗ് സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, അബൂബക്കർ ചിറമനങ്ങാട് എന്നിവർ സംസാരിച്ചു. ലീഗിൽ VFA വെള്ളർക്കാട് 3ഉം ഗ്യാങ്ങേഴ്സ് പന്നിത്തടം 4ാം സ്ഥാനത്തിനും അർഹരായി. റാസിഖ്, സുനിൽ, ഫാസിൽ, നസ്രു എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി. പാവറട്ടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് കൂപ്പൺ 2ാം ഘട്ടം വിതരണം നടത്തി. പ്രസ് ഫോറം ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഡയാലിസിസ് രോഗികൾക്കുള്ള കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനീഷ് അധ്യക്ഷനായി. ബിജോയ് പെരുമാട്ടിൽ, NJ ലിയോ, ജോഷി വാഴപ്പള്ളി, അഫ്സൽ പാടൂർ, വർഗീസ് പാവറട്ടി എന്നിവർ സംസാരിച്ചു. 100 രോഗികൾക്കാണ് 2ാം ഘട്ടത്തിൽ കൂപ്പൺ വിതരണം നടത്തിയത്. കുറുമാൽ യുവജന വായനശാല വനിതാ ബാലവേദിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സദസ്സും വിഷു ആഘോഷവും നടത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കലാപ്രകടനങ്ങളും ഫുഡ് ഫെസ്റ്റും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി കോട്ടക്കാവ് ഭഗവതി ക്ഷേത്ര കോമരത്തെ ആദരിച്ചു. 25-ലധികം വർഷമായി ദേവിയുടെ പ്രതിരൂപമായിരുന്ന കോമരം ചന്ദ്രനെ വിഷുദിനത്തിൽ വടക്കുമുറി പൂരാഘോഷ കമ്മിറ്റിയാണ് വസതിയിലെത്തി പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചത്. പൂരാഘോഷ കമ്മിറ്റിയുടെ ചികിത്സാ സഹായവും നൽകി. കമ്മിറ്റി പ്രസിഡന്റുമാരായ ബാലൻ, ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറിമാരായ രവി, പ്രകാശൻ, അംഗങ്ങളായ ഗോപിനാഥ്, ഉണ്ണികൃഷ്ണൻ, ബിജു, രതീഷ്, നിതീഷ്, മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം. കുന്നംകുളം നെപ്പൻസ് റോഡിൽ ചുങ്കത്ത് വീട്ടിൽ പരേതനായ ചാക്കോച്ചൻ ഭാര്യ തങ്കമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കാണിപ്പയ്യൂരിലുള്ള മകൻ കുര്യാക്കുട്ടിയുടെ വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ചെറിയാൻ, സൈമൺ, കുര്യാക്കുട്ടി, മിനി എന്നിവർ മക്കളാണ്. അകലാട് കാട്ടിലപ്പള്ളി റിഫായി മൽഹറക്ക് സമീപം താമസിക്കുന്ന പരേതനായ വെട്ടിക്കാട്ട് ബീരാവു മുസ്ലിയാർ മകൻ അമ്മനൂർ മുഹമ്മദ് ഹാജി നിര്യാതനായി. 66 വയസ്സായിരുന്നു. കബറടക്കം ചൊവ്വാഴ്ച 12 മണിക്ക് അകലാട് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഭാര്യ മൈമൂന, ജുബൈരിയ, ജാബിർ, ജൗഹർ എന്നിവർ മക്കളാണ്. കുന്നംകുളം പാറയമ്പാടം വടക്കൂട്ട് കോലാടി വീട്ടിൽ മോഹൻ വർഗീസ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വി നാഗൽ സെമിത്തേരിയിൽ നടന്നു. പരേതയായ മേരി ഭാര്യയാണ് മെബിൻ, മെജി, മെഫി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.